ഹായ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ ബാക്കിയില്ലേ? ഒരുത്തം 3 മാസം മുന്നേ തന്നെ പറയലെടുത്തിരിക്കണു ആരൊക്കെയാണ് മത്സരാർത്ഥികളെന്ന്. ഇപ്പോൾ ഒരു 100 ആൾക്കാരെ കയറ്റിയെന്നാണ് പറയണത്. അത് പോട്ടെ, എല്ലാവർക്കും ജീവിക്കണ്ടേ. എന്തായാലും കൺഫേം ആയ കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ ഇപ്പോൾ പറയാം. അതിന് മുന്നേ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കുറച്ച് വിവാദമൊക്കെ ആയിക്കോട്ടെ. ആദില നൂറ ഇവർ പുറത്ത് നിന്നിട്ട് തന്നെ ഒരുപാട് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയ ആൾക്കാരാണ്. ഇനി അകത്ത് ചെന്നിട്ട് വല്ല ഗബ്രി ജാസ്മിനും ആകുമെന്ന് പറയാൻ പറ്റൂല. റൊമാൻറ്റിക് സീൻ അറിയില്ലേ? അടുത്തത് കാണാം. ഇതാണ് ഷാനവാസ് എന്ന ഷാനു. ആളൊരു സീരിയൽ ആക്ടറാണ്. സീരിയലൊക്കെ ഭയങ്കര മാസമായിട്ടാണ് കാട്ടിക്കൂട്ടിയത്. ജനങ്ങളെ മനസ്സിൽ അങ്ങനെയാണ് നടന്നേടിയത്. ഇനി അവിടെ പോയാൽ അറിയും മീസ പിരിക്കോ അതാ മീസ താത്തോ. എന്തായാലും അടുത്ത ആളെ നോക്കാം. ഷാരിക ആങ്കറാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നാണ്. ഇൻ്റർവ്യൂവിൽ തൊള്ളി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ജനങ്ങളെ മനസ്സിൽ ഇടം നേടിയ ആളാണ്. ജനങ്ങളെ മനസ്സിൽ ശ്രദ്ധ നേടിയ ആളാണ്. എന്തായാലും ഒരു 1.5 അവതാരികയാണ്. ഞാൻ അവിടെ പോയിട്ട് എന്ത് അവതാരമാകുമെന്ന് പറയാൻ പറ്റില്ല. അടുത്തത് RJ വിൻസി. ആളൊരു റേഡിയോ ജോക്കിയാണ്. അപ്പോൾ പിന്നെ അത്യാവശ്യം വാചകടിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്താ അറിയില്ല, അവിടെ പോയാലുള്ള അറിയാം. അടുത്തത് നെവിൻ. ഇവനൊരു മോഡലാണ്. ഞാൻ അവിടെ പോയിട്ട് കുറച്ച് കാട്ടിക്കൂട്ടലുകളൊക്കെ കാണാം. എന്തായാലും അടുത്തത് കാണാം. അടുത്തത് മുൻഷി രഞ്ജിത്ത്. ഒരു ആക്ടറാണ്. അത്യാവശ്യം ചെറിയ ചെറിയ റോളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ അഭിനയിച്ചു പോകണം. ഞാൻ അവിടെ പോയിട്ട് എന്താ അഭിനയിക്കണമെന്ന് അറിയില്ല. അടുത്തത് ആരാന്നറിയോ? നിങ്ങൾ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല. ആളെ മനസ്സിലായില്ലേ? അപ്പാനി ഷർത്ത്. ഒരുപാട് മാസമായി ജനങ്ങളെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ്. എന്തായാലും കുറച്ച് തീപ്പൊരി പെർഫോമൻസ് ഒക്കെ കാണാം. ഇനി അവിടെ പോയിട്ട് എന്താണെന്നറിയില്ല. തീപ്പൊരി പോയിട്ട് മൊണ്ണായിട്ട് വരാതിരുന്നാൽ മതി. മാസമായി പോയ ആൾക്കാരൊക്കെ പിന്നീട് സംഭവിച്ചത് അതാണ്. അടുത്തത് ഒനിയൻ സാബു. ഒരു ബ്ലോഗറാണ്. എല്ലാവരും കരയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്താണെന്നറിയോ? ആ പേരിൽ തന്നെ ഉണ്ട് ഒരു ഒനിയൻ. അടുത്തത് അനുക്കുട്ടി. സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ കുട്ടികളെ മാതിരി വെറുപ്പിച്ചിട്ട് ജനങ്ങളെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് അനുക്കുട്ടിനെ ഇഷ്ടമാണ്. ഇനി അവിടെ പോയിട്ട് എന്തൊക്കെ വെറുപ്പിക്കല കാട്ടുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കാണാം. അടുത്തത് അക്ബർ ഖാൻ. ഒരു പാട്ടുകാരനാണ്. അവിടെ പോയ പല പാട്ടുകാരന്മാരും പാട്ടൊക്കെ മറന്നിട്ട് ആരുടെയും മൂട്ടിൽ ഇങ്ങനെ പോണതാണ് കണ്ടിരിക്കുന്നത്. ഇനി എന്താവെന്ന് പറയാൻ പറ്റില്ല. അടുത്തത് കലാഭവൻ സരിക. അഭിനയ രംഗത്ത് ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ അഭിനയിച്ചിരുന്ന ആളാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാം കോമഡി ആണോ അതോ സീരിയസ് ആണോ എന്ന്. അടുത്തത് ബിനി സെബാസ്റ്റ്യൻ. ഒരു സീരിയൽ ആക്ട്രസ് ആണ്. അപ്പോൾ ഒരുപാട് കരച്ചിലും പിഴിച്ചിലൊക്കെ ഇനി കാണേണ്ടി വരും. ഇനിയാണ് നമ്മുടെ വിവാദ നായിക രേണു സുധി. 2-3 മാസമായിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് എല്ലാ കോപ്രായത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തി. എന്തുകൊണ്ടും രേണുവിന് പറ്റിയ പണി തന്നെയാണ് ബിഗ് ബോസ്. ഈ ചുരുക്കം ദിവസം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പറയിപ്പിക്കാൻ പറ്റുന്നിടത്തോളം പറയിപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മിനി സ്ക്രീനിലും പറയിപ്പിക്കാൻ നിൽക്കുകയാണ്. എന്താ ആയിക്കോട്ടെ, കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെയാണ് ബിഗ് ബോസ് വീട് പൊളിക്കാൻ പോണത്. എന്തായാലും ഇപ്രാവശ്യം ലാലേട്ടൻ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ഇനി നമുക്ക് കാണാമല്ലേ ആരൊക്കെ വീഴും ആരൊക്കെ വാഴുന്നു. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.